നല്ലവനായ ഒരു പിതാവ് ജീവിക്കുന്നു, നല്ലവനായ ഒരു പരിശുദ്ധാത്മാവ് ജീവിക്കുന്നു. അതെ, നമ്മെ നടത്തുന്ന ത്രിയേക ദൈവം ജീവിക്കുന്നു. നമ്മോട് വാക്കു പറഞ്ഞിരിക്കുന്നത് ഈ വിശ്വസ്തനായ ദൈവമാണ്. പ്രിയ ദൈവവൈതലേ, വാടിപ്പോകേണ്ടതില്ല. നിന്റെ ബുദ്ധിമുട്ടിൻ്റെ സാഹചര്യങ്ങളിൽ, നിന്റെ പ്രയാസത്തിൻ്റെ സാഹചര്യങ്ങളിൽ, നിന്റെ രോഗത്തിൻ്റെ അവസ്ഥകളിൽ, നിന്റെ ഞെരുക്കത്തിൻ്റെ കാലങ്ങളിൽ നീ ഈ വചനം എടുത്ത് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ധൈര്യത്തോടെ പറയുക, ധൈര്യത്തോടെ പ്രഖ്യാപിക്കുക, ഇതെൻ്റെ ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനമാണ്. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. അതെ, മറ്റുള്ളവർ ഒരു പക്ഷേ നാം തകരുന്നത് കാണുവാൻ, ഈ കർത്താവിൻ്റെ പാതയിലേക്ക് നാം കാലെടുത്ത് വെച്ചിട്ട് നാം തകർന്നു വീഴുന്നത് കാണുവാൻ നോക്കി നിന്നിട്ടുണ്ടായിരിക്കാം. പലരും അടക്കം പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഈ പോക്ക് അധികകാലം പോവുകയില്ല, ഈ ജീവിതം അധികകാലം തുടരുകയില്ല, അവൻ്റെ പോക്ക് ശരിയായ രീതിയിലല്ല, ഈ വഴിയെ പോയാൽ അവൻ തീർന്നു പോകും, അവൻ്റെ ജീവിതത്തിൽ ഒരഭിവൃദ്ധിയും ഉണ്ടാവുകയില്ല, അവൻ ഇന്ന് വിളിച്ചപേക്ഷിക്കുന്ന ദൈവം അവനെ കൈവെടിയും, അതെ അവൻ്റെ മുൻപിൽ ഒരു നാശത്തിൻ്റെ വാതിലാണ് ഉള്ളത് എന്നെല്ലാം നമ്മുടെ മുൻപിൽ വാതിൽ അടയുന്നത് നോക്കി കാത്തിരുന്നവർ പലരും ഉണ്ടായിരിക്കാം. നാം തകരുന്നത് കാണുവാൻ നോക്കി നിന്നവരുണ്ടായിരിക്കാം. പക്ഷേ നമുക്ക് മുൻപിൽ വിശാല വാതിൽ തുറന്ന ഒരു നല്ല കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ. വൻമഴ ചൊരിഞ്ഞാലും കാറ്റുകൾ ഊതിയാലും അതെ പെരുങ്കാറ്റടിച്ചാലും നമ്മുടെ ജീവിതം വീണു പോകാതെ, നാം തകർന്നു പോകാതെ, നമ്മുടെ ഭവനം കർത്താവിൽ ആശ്രയിച്ച് കെട്ടിപ്പടുത്തിരിക്കുന്നതായ നമ്മുടെ ഈ വീട്, നമ്മുടെ ഈ ജീവിതം തകർന്നു പോകാതെ നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നല്ലവനായ കർത്താവ് ജീവിക്കുന്നു.